ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സൈറാം. ശോഭ അല്ല, ജോളി ശോഭൻ തുടങ്ങിക്കോളൂ. ഓണല്ല, ഓഡിയോ ഓണാക്കൂ, ഓഡിയോ ഓണാക്കൂ. സായിരാം. എല്ലാവർക്കും സായിരാം. എൻ്റെ എല്ലാമായ നമ്മുടെ എല്ലാമായ സ്വാമിക്ക് ശതകോടി പ്രണാമം. സായിരാം. ഞാൻ ജോളി ശോഭൻ, വീട് തൃശ്ശൂരാണ്, തൃശ്ശൂർ സമിതിയാണ്. ഈ പാരായണം ഇവിടെ ചെയ്യുന്നത് സത്യസായി വാണി ഭാഗം 20 11ാമത്തെ ചാപ്റ്ററാണ്. അന്തർവീക്ഷണ പോഷണം. നാം കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും കർമ്മത്തിൽ നിന്ന് വിരമിച്ചാലും ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടത് നാം ചെയ്യുന്നതോ ചെയ്യാത്തതോ ആയ കർമ്മങ്ങളെ കുറിച്ചല്ല, നമ്മുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വാസനകളെ എത്രത്തോളം ഫലപ്രദമായി ഉന്മൂലനം ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ്. അഗാധമായി മനസ്സിൽ കിടക്കുന്ന മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യലാണ് എല്ലാ സാധനങ്ങളുടെയും ആധ്യാത്മിക പരിശീലനങ്ങളുടെയും മുഖ്യ ലക്ഷ്യം. നമ്മിലുള്ള രാഗദ്വേഷങ്ങളെ, തിന്മകളെ പാടെ നീക്കം ചെയ്ത് ശുദ്ധീകരിക്കലാണ് എല്ലാ യോഗങ്ങളുടെയും ലക്ഷ്യം. നമ്മുടെ ഹൃദയത്തെ ആക്രമിച്ചൊട്ടിപ്പിടിച്ചിരിക്കുന്ന വാസനകളെ പാടെ ഉന്മൂലനം ചെയ്താൽ നിഷ്കാമ കർമ്മ നിർവഹണ സ്വാതന്ത്ര്യം ലബ്ധമാകുമെന്ന് ഗീതയിൽ പറയുന്നു. തത്സമയം മുതൽ ഒരു കർമ്മത്താലും നാം ബന്ധനസ്ഥനാകുന്നില്ല, അതായത് നാം പൂർണ്ണമായും കർമ്മഫലമുക്തരാകുന്നു. നാം ഈ സത്യം മനസ്സിലാക്കാതെ ബാഹ്യ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നവർ കുഴിമടിയന്മാരായി തീരും. പക്ഷെ ആധ്യാത്മിക മേഖലയിൽ അലസതയ്ക്ക് ഒരു സ്ഥാനവുമില്ല. ഇക്കാര്യം ഗീത ആവർത്തിച്ച് അനുശാസിക്കുന്നുണ്ട്. ഗീത പഠിപ്പിക്കുന്നത് അനാസക്തി യോഗമാണ്. ഇതിൽ നാം ചെയ്യുന്ന കർമ്മത്തിലോ കർമ്മഫലത്തിലോ വ്യക്തിപരമായ താല്പര്യം കാണിക്കാതെ പൂർണ്ണ നിഷ്പക്ഷത പാലിക്കുന്നു. വിശിഷ്ട പ്രാപ്തിയർത്ഥം കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണ മനോഭാവത്തോടെ ഈശ്വരാവബോധത്തിലൂടെ നമ്മുടെ കഴിവിന്റെ പരിധിക്കനുസരിച്ച് പരിപൂർണ ഏകാഗ്രതയോടെ നിർവഹിക്കുന്നതാണ് ഇതിന്റെ അർത്ഥം. നിഷ്കാമ കർമ്മവും അനാസക്തി യോഗവും. ഗീതയിൽ 2ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിഷ്കാമ കർമ്മ പരിശീലനത്തിനപ്പുറത്താണ് അനാസക്തി യോഗം. നമ്മുടെ ശ്രമങ്ങളിൽ നിന്നും ഒരു ഫലവും പ്രതീക്ഷിക്കുകയോ ആശിക്കുകയോ ചെയ്യാതെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. പൂർവകർമാത്ഭവങ്ങളായ വാസനകൾ ആധ്യാത്മിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന കാലത്തോളം നിഷ്കാമ കർമാവസ്ഥ പ്രാപ്യമാകുകയില്ല. ദുഷ്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദുർഗുണങ്ങളെ ആദ്യം തുടച്ചു നീക്കി തൽസ്ഥാനത്തെ സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട സൽഗുണങ്ങളെ പ്രതിഷ്ഠിക്കണം. അങ്ങനെ നിസ്വാർത്ഥ സേവനാവസ്ഥയിൽ പ്രതിഷ്ഠിതനായാൽ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് കർമ്മഫലങ്ങൾ ത്യജിച്ച് നിഷ്കാമ കർമാവസ്ഥയിൽ എത്തിച്ചേരാം. അവിടെ നിന്ന് അനാസക്തി യോഗാവസ്ഥയിലേക്ക് ഉയരുകയും ചെയ്യാം. സൽക്കർമ്മങ്ങളുടെ മാത്രമേ ദുർവാസനകൾ നീക്കം ചെയ്യപ്പെടൂ, ഹൃദയശുദ്ധി ഉണ്ടാകൂ എന്ന് ഗീത പ്രഖ്യാപിക്കുന്നു. പക്ഷേ അതിനപ്പുറവും പറയുന്നുണ്ട്. സർവകർമ്മങ്ങളും ഈശ്വരാർപ്പിതങ്ങളായാലേ യഥാർത്ഥ ഹൃദയശുദ്ധി പ്രാപ്യമാകൂ എന്ന് ഗീത ഉറപ്പിച്ചു പറയുന്നു. ഉദാഹരണമായി, പല വിധത്തിൽ പാകം ചെയ്ത് തയ്യാറാക്കപ്പെട്ട ആഹാരം കഴിച്ചാൽ അത് സാധാരണ ഭക്ഷണം മാത്രമാകും. ആ ഭക്ഷണം കഴിച്ചതിന്റെ നല്ലതും ചീത്തയുമായ ഫലങ്ങൾക്ക് നാം വിധേയരാകുന്നു. നേരെ മറിച്ച് കഴിക്കുന്നതിന് മുമ്പ് ഈ ആഹാരം ഈശ്വരന് നിവേദ്യമായി അർപ്പിക്കപ്പെടുമ്പോൾ അത് പരമപവിത്ര ഭഗവത് പ്രസാദമായി തീരുന്നു. ഇതേപോലെ തന്നെ നാം പ്രതിദിനം ചെയ്യുന്ന പ്രവർത്തികളെല്ലാം സാധാരണ കർമ്മം എന്ന വിഭാഗത്തിൽപ്പെടുന്നു. പക്ഷേ ഇതേ പ്രവർത്തികൾ അവ എത്ര ലളിതമായാലും ഈശ്വരാർപ്പണ ദേശത്തോടെ അവയുടെ ഫലങ്ങളെ സ്വന്തം
പ്രീതിക്കല്ലാതെ ഈശ്വര പ്രീതിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടാൽ അത് കർമ്മയോഗവും പവിത്ര യജ്ഞവുമായി തീരും. ഇത്തരം കർമ്മയോഗങ്ങളിലൂടെ മാത്രമേ നമുക്ക് ദുർവാസനകളിൽ നിന്നും മുക്തി നേടി ഹൃദയശുദ്ധി കൈവരിക്കാൻ സാധിക്കൂ. അഷ്ടാവക്രനും പണ്ഡിതന്മാരും. ഒരിക്കൽ ജനക മഹാരാജാവ് മഹാപണ്ഡിതന്മാരുടെ സദസ്സ് വിളിച്ചുകൂട്ടി. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കീർത്തിമാന്മാരായ പണ്ഡിതന്മാരും തർക്കശാസ്ത്രജ്ഞന്മാരും വന്നു ചേർന്നു. സാധാരണക്കാർക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ദൈനംദിന സമ്മേളനത്തിൽ ജനക മഹാരാജാവ് തന്നെയായിരുന്നു അധ്യക്ഷൻ. അവിടെ സന്നിഹിതരായിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട മഹാത്മാരിൽ അതിവിശിഷ്ട വിശാരദന്മാർക്കും മാത്രമേ പ്രസംഗിക്കുവാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും അവസരം നൽകിയിരുന്നുള്ളൂ. ഇത്തരം അത്യുജ്വലവും മഹനീയമായ സഭയിലേക്ക് കടക്കുവാനാണ് സാധാരണ പാണ്ഡിത്യം പോലുമില്ലാത്ത വക്രശരീരനും ചെറുപ്പക്കാരനുമായ അഷ്ടാവക്രൻ അനുവാദം ചോദിച്ചത്. പക്ഷേ അഷ്ടാവക്രനെ അകത്ത് പ്രവേശിക്കാൻ ആരും അനുമതി നൽകും? ഒരു വിശ്വാസപത്രമോ ശുപാർശയോ ഒന്നും തന്നെ അഷ്ടാവക്രൻ ഉണ്ടായിരുന്നില്ല. ഈശ്വരനിലുള്ള അഗാധ ഭക്തി മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഏക സഹായി. ഈശ്വരനിൽ നിരന്തര വിശ്വാസമുള്ളവന് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ചില താൽക്കാലിക തടസ്സങ്ങൾ നേരിടേണ്ടി വരും, പക്ഷേ അവസാനം അവൻ വിജയം കൈവരിക്കും. 3 ദിവസം അഷ്ടാവക്രൻ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിന്റെ പടിക്കൽ കാത്തുനിൽക്കുന്ന സമയത്തിൽ സമ്മേളനത്തിൽ പങ്കുകൊള്ളാൻ വന്നിരുന്ന എല്ലാ കീർത്തിമാന്മാരായ പണ്ഡിതന്മാരെയും വീക്ഷിച്ചിരുന്നു. സഭയിൽ ചേർന്നുകൊണ്ട് അതിലെ ചർച്ചകളിൽ പങ്കുകൊള്ളണം എന്ന തന്റെ തീരുമാനത്തെ ഉപേക്ഷിക്കുവാൻ അഷ്ടാവക്രൻ തയ്യാറായില്ല. എല്ലാ ദിവസവും ക്ഷമയോടെ കാത്തുനിന്നും ഒരു പ്രേക്ഷകൻ മാത്രം അനുഭവമുള്ള വയസ്സായ ഒരു പണ്ഡിതൻ രാവിലെയും രാത്രിയും അകത്ത് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വാതുക്കൽ നിൽക്കുന്ന അഷ്ടാവക്രനെ കണ്ടു. ദയാലുവായ ആ വൃദ്ധ പണ്ഡിതൻ ജനക മഹാരാജാവിനെ ഇക്കാര്യം അറിയിച്ചു. ജനക മഹാരാജാവ് അഷ്ടാവക്രനെ സഭയിലേക്ക് ആനയിച്ചു കൊണ്ടുവരാൻ ഭൃത്യനോട് കൽപ്പിച്ചു. മഹാരാജാവ് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഈ മഹനീയ സഭയ്ക്ക് യോജിച്ചതായ പവിത്രമായ അന്തരീക്ഷത്തിൽ യോഗം ആരംഭിച്ചതിന് ശേഷം അഷ്ടാവക്രൻ ഹാളിൽ പ്രവേശിച്ചു. വിരൂപിയായ അഷ്ടാവക്രൻ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നത് കണ്ട ഉടൻ അവിടെ തടിച്ചുകൂടിയിരുന്ന പണ്ഡിതന്മാരെല്ലാം പരിഹാസത്തോടെ ചിരിക്കുവാൻ തുടങ്ങി. അഷ്ടപണ്ഡിതന്മാരെ ലജ്ജിപ്പിക്കുന്നു. അകത്തേക്ക് പ്രവേശിച്ചു കൊണ്ടിരുന്ന അഷ്ടാവക്രനെ അതിശ്രദ്ധയോടെ ജനകൻ വീക്ഷിച്ചു. അഷ്ടാവക്രൻ സദസ്സിന് ചുറ്റും സൂക്ഷിച്ചു നോക്കി. പിന്നീട് വർണ്ണനീയമായ രീതിയിൽ അവിടെ കൂടിയിരുന്ന പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ ഉച്ചത്തിൽ ചിരിക്കുവാൻ ആരംഭിച്ചു. അഷ്ടാവക്രന്റെ ഉച്ചത്തിലുള്ള ഈ അട്ടഹാസം അവിടെ അനുവദനീയമായിരുന്നില്ല. അത് പണ്ഡിതന്മാരെ അത്ഭുതപ്പെടുത്തി അവർക്കതൊരു യഥാർത്ഥ പ്രശ്നമായി തീർന്നു. ഈ വക്രകുമാരൻ നമ്മെ നോക്കി എന്തിനു ചിരിക്കണം എന്നവർ ചിന്തിച്ചു. നമ്മുടെ ചിരിക്കൊരു കാരണമുണ്ട്. അവനൊരു വിരൂപിയാണല്ലോ. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു വൈചിത്രവുമില്ല. അതിനാൽ ഈ അട്ടഹാസത്തിന് മതിയായ എന്തു കാരണമാണുള്ളത്? വക്രന്റെ വികൃതി കണ്ട് അവർ ദേഷ്യപ്പെട്ടു. അവിടെ കൂടിയിരുന്ന പണ്ഡിതന്മാർ അപ്പോൾ അകത്ത് കടന്ന ഈ വിചിത്ര യുവബാലൻ വളരെ ഉറക്കെ ചിരിക്കുവാനുള്ള കാരണം കണ്ടുപിടിക്കുവാൻ ധൃതിക്കൂട്ടി. പണ്ഡിതന്മാരിൽ ഒരാൾ അഷ്ടാവക്രനെ ചോദ്യം ചെയ്യുവാൻ ധൈര്യപ്പെട്ടു. ഹേ അപരിചിത, നീ ആരാണ്? ഞങ്ങൾക്ക് നിന്നെ അറിയില്ല. നീ അകത്ത് കടന്നു വരുന്നത് ഞങ്ങൾ കണ്ടപ്പോൾ നിന്റെ രൂപം ഞങ്ങളെ ചിരിപ്പിച്ചു. ഞങ്ങളെ ചിരിക്കൂ ഉത്തരമെന്നോണം നീ കൂടുതൽ ഉച്ചത്തിൽ ചിരിക്കുകയാണ്. ഇതിനുള്ള കാരണം എന്ത്? ഇവിടെ ഉപവിഷ്ടനായിരിക്കുന്ന കീർത്തിമാന്മാരായ പണ്ഡിതന്മാരിൽ തമാശയായി നീ എന്താണ് കാണുന്നത്? ഒരു നിമിഷം പോലും നീ ചിരി നിർത്തിയില്ലല്ലോ. അഷ്ടാവക്രൻ അവരോട് പറഞ്ഞു, അല്ലയോ മാന്യ, അതീ പാവന പുരാണങ്ങൾ ചർച്ച ചെയ്യുവാൻ കീർത്തിമാന്മാരായ ജനക മഹാരാജാവ് വിളിച്ചുകൂട്ടിയ ഒരു പവിത്ര സഭയാണിതെന്ന ധാരണയോടെയാണ് ഞാൻ ഇവിടെ പ്രവേശിച്ചത്. ഈ സഭയിൽ ഏതു തരത്തിൽപ്പെട്ടവരാണ് ഹാജരാകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ വരുവാൻ ബദ്ധപ്പാട് കാണിക്കില്ലായിരുന്നു. മഹാത്മാക്കളുടെ സത്സംഗത്തിൽ പങ്കുകൊള്ളാമെന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ കഷ്ടം, ഞാൻ വെറും ചർമ്മകാരന്മാരെയാണ്. ചർമ്മകാരന്മാരെന്നാൽ ചെരുപ്പ് തുന്നുന്നവരും തോൽപ്പണി ചെയ്യുന്നവരും എന്നർത്ഥം. ഇത് കേട്ട പണ്ഡിതന്മാരെല്ലാം രോഷാകുലരായി. അവന്റെ പരിഹാസ പദപ്രയോഗത്താൽ അവർ വളരെയധികം അപമാനിതരായി. പണ്ഡിതന്മാർക്ക് അന്തർവീക്ഷണ ശക്തി വേണം. പക്ഷെ അഷ്ടാവക്രൻ അതേ ശൈലിയിൽ തന്നെ തുടർന്നു. നിങ്ങളെ വർണ്ണിക്കുവാൻ പറ്റിയ പദമാണ് ചർമ്മകാരൻ. ചെരുപ്പ് കൊണ്ട് പണിയെടുക്കുന്നവർ ഒരു പ്രത്യേക തോലിന്റെ വിലയെ കുറിച്ച് ചിന്തിക്കും. മറ്റുള്ളവർ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാറില്ല. നിങ്ങളെല്ലാവരും എന്റെ തൊലി കണ്ടിട്ട് ചിരിക്കുകയാണ്. അതിന് വലിയ വിലയൊന്നും ഇല്ലെന്നും കൽപ്പിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങളിൽ ഒരാളെങ്കിലും എന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് അറിയുവാൻ ശ്രമിച്ചില്ല. പണ്ഡിതന്മാർക്ക് അന്തർവീക്ഷണ ശക്തി വേണം. നിങ്ങളുടെ ശ്രദ്ധ ബാഹ്യാവരണത്തിൽ മാത്രമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ അന്തർവീക്ഷണ ശക്തി പോഷിപ്പിച്ചില്ലെങ്കിൽ നിസ്സാരമായ ബാഹ്യാവരണത്തിൽ മാത്രം താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളെ പണ്ഡിതന്മാർ എന്നൊരിക്കലും അനുമാനിക്കാൻ
പറ്റില്ല. അപ്പോൾ നിങ്ങൾ വെറും ചർമ്മകാരന്മാരാണ്. ചെരുപ്പുണ്ടാക്കുന്നവർ, ചെരുപ്പ് കുത്തികൾ, തോലിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ളവർ. അഷ്ടാവക്രൻ ഇപ്രകാരം സംസാരിച്ചു. പണ്ഡിതന്മാർ നാണിച്ച് തലതാഴ്ത്തി. അഷ്ടാവക്രൻ പറഞ്ഞതെല്ലാം ശരിക്കും മനസ്സിലാക്കിയ ജനക മഹാരാജാവ് സഭയിൽ അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹത്തിന് പല ബഹുമതികൾ അർപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ലോകത്തിലെ ഇന്നത്തെ അവസ്ഥയും. എത്ര മഹാത്മാരായാലും നാം ബാഹ്യ വീക്ഷണം മാത്രമേ പോഷിപ്പിച്ചിട്ടുള്ളൂ. ആന്തരിക വീക്ഷണ പരിപോഷണത്തിൽ നമുക്ക് താല്പര്യമില്ല. നാം ഒരാളെ പരിശോധിക്കുമ്പോൾ അയാളുടെ ശരീരപ്രകൃതി, പണം, സ്ഥാനമാനം, വിദ്യാഭ്യാസം, ബിരുദങ്ങൾ എന്നിവ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. നേരെ മറിച്ച് ഭഗവാൻ ഒരാളെ പരിശോധിക്കുമ്പോൾ അവന്റെ ഹൃദയ പരിശുദ്ധിയാണ് നോക്കുക. അവനിൽ അന്തർലീനമായിരിക്കുന്ന ശാന്തിയെയാണ് ഭഗവാൻ ശ്രദ്ധിക്കുന്നത്. അത്തരം അന്തർവീക്ഷണമാണ് നാം പുഷ്ടിപ്പെടുത്തേണ്ടത്. നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പരിസ്ഥിതികൾ എന്തു തന്നെയാവട്ടെ, നാം ഒരിക്കലും പരിഭ്രമിക്കരുത്. നമ്മൾ അന്തർലീനമായിരിക്കുന്ന വിശിഷ്ട ചിന്തകൾക്ക് വളർന്ന് പ്രത്യക്ഷപ്പെടുവാൻ സമയം അനുവദിക്കണം. ക്ഷമ പരിശീലിച്ച മനോനിയന്ത്രണം, ത്യാഗം, സഹിഷ്ണുത, ഏകാഗ്രത എന്നീ മറ്റു മുഖ്യ ആധ്യാത്മിക ഗുണങ്ങളും നേടുവാൻ കഴിയും. ഇതുമൂലം ആന്തരിക ശുദ്ധിയും അനശ്വര ശാന്തിയും ലഭിക്കും. ബാഹ്യശുദ്ധിയേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടതാണ് ആന്തരിക ശുദ്ധി. ഈശ്വരൻ അകത്തും പുറത്തും എപ്പോഴും ഉണ്ട്. അതിനാൽ അകവും പുറവും ഈശ്വര സാന്നിധ്യമുള്ള എല്ലായിടവും ശുദ്ധീകരിച്ച് പവിത്രീകരിക്കണം. അപ്പോൾ അന്തര്യാമിയായ ഭഗവാൻ നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങളെ രക്ഷിക്കും. പ്രശാന്തി മന്ദിരം ഗീതയെക്കുറിച്ചുള്ള ദിവ്യ പ്രഭാഷണം. സായിരാം. അത് പാരായണം കഴിഞ്ഞു. സായിരാം. സായിരാം അനുഭവം പറഞ്ഞോളൂ. സായിരാം. എല്ലാവർക്കും സായിരാം. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞങ്ങൾ പഴയ ചെറുപ്പം മുതലൊക്കെ 1972 എൻ്റെ അമ്മ ആദ്യമായിട്ട് പുട്ടപർത്തിയിൽ പോയത്. അമ്മ ടീച്ചറായിരുന്നു. അമ്മയ്ക്ക് സാമിനെ അറിയാൻ കിട്ടിയത് അമ്മയുടെ സ്കൂളിന് ഒരു ഹിന്ദി ടീച്ചർ ഉണ്ടായിരുന്നു, രാധമ്മ എന്ന് പറഞ്ഞിട്ട്. അത് തൃശ്ശൂർ രാമവർമ്മര സ്കൂളത്തെ ഹിന്ദി ടീച്ചറാണ്. ആ ടീച്ചർ സത്യം ശിവസുന്ദരൻ വായിക്കാൻ അമ്മയ്ക്ക് കൊടുത്ത അമ്മയ്ക്ക് അതിൽ താല്പര്യമായി. പിന്നെ ഞങ്ങൾ തൃശ്ശൂർ സമിതിയൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട്, അന്നൊക്കെ ഞാൻ 7ൽ പഠിക്കാം. അപ്പം 7ആണെന്ന് തോന്നുന്നുണ്ട്, ചെറുപ്പമാണ്. അമ്മ ഞങ്ങൾ സജീവമായിട്ട് അതിൽ അച്ഛനും അമ്മയും ഞങ്ങൾ ചേട്ടന്മാർക്കും 4 ചേട്ടന്മാരുണ്ട്. അവർക്കൊന്നും അത്രയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഭജനയ്ക്ക് പോകും. പിന്നെ അച്ഛനമ്മയൊക്കെ സർവീസിനൊക്കെ മുടങ്ങാണ്ട് പോകാറുണ്ട്. ഞങ്ങൾക്കൊന്നും അങ്ങനെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഞാനിവിടെ എൻ്റെ ആദ്യത്തെ അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ 1975 ശ്രീശൈലത്ത് സ്വാമി ആ സ്കൂളിന് സർക്കടലിലിടാൻ വന്നല്ലോ. അപ്പൊ അതിനു മുമ്പ് ഞങ്ങളുടെ തൃശ്ശൂർ സമിതിയിൽ 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ കുട്ടികൾക്കൊക്കെ. അപ്പൊ ഞാനും ചേച്ചി അനിയത്തി പിന്നെ അച്ഛനമ്മക്കെ അവരെ സജീവമായിട്ട് അതിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ ലാസ്റ്റ് ദിവസം 3ാമത്തെ ദിവസം എല്ലാവർക്കും സർട്ടിഫിക്കറ്റും സ്വാമിയുടെ ഫോട്ടോയും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാവർക്കും ഫോട്ടോ എടുക്കണുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു സ്വാമിയുടെ അഭയഹസ്തമുള്ള ഫോട്ടോ കിട്ടിയെങ്കിൽ. അത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. അത് എങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ചേച്ചിയുടെ പേര് വിളിച്ച് ചേച്ചിക്കും അനിയത്തിക്കും കിട്ടിയത് ഒരേ പോസുള്ള ഫോട്ടോ. സ്വാമി എന്നാൽ ചിരിച്ചിരുന്നിട്ട് ബാക്കിൽ ഒരു ഫാൻ ഉള്ള ഒരു ഫോട്ടോ. എനിക്ക് കിട്ടിയത് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു അഭയഹസ്തമുള്ള ഫോട്ടോ ആണ് എനിക്ക് കിട്ടിയത്. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ശ്രീശൈലത്തെ എല്ലാവരും കൂടി സമിതിന്നും ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് അച്ഛനമ്മയും ഞങ്ങൾ 3 പെൺകുട്ടികളൊക്കെ കൂടി അങ്ങനെ പോയി. അപ്പൊ ഞാൻ ഈ ഫോട്ടോ എടുത്ത് കൈ പിടിച്ചു എന്ത് ചിങ്ങ സ്വാമിയെ കൊണ്ട് ബസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ചെന്നപ്പോ ഭയങ്കര തിരക്കായിരുന്നു. ആ കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല, എല്ലാവർക്കും അറിയാം. ശ്രീശൈലത്ത് അവിടെ സ്കൂളിന്റെ തിരക്കലിനൊക്കെ അധികം പറയില്ല. അപ്പൊ ഞാൻ ഈ ഫോട്ടോ എടുത്ത് കൈപിടിച്ചത് ഞാൻ എൻ്റെ മടിയിൽ വെച്ചു. എനിക്ക് മനസ്സിലായി ഇത് ആ സ്വാമിയുടെ അടുത്തേക്ക് വ്യക്തിക്ക് പോകാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്ക. അച്ഛൻ്റെ കയ്യിലും കൊടുത്തയക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് അങ്ങനെ പോകാനൊന്നും പാടില്ല. നമ്മൾ സമിതി ആ ഡിസിപ്ലിൻ വേണമല്ലോ. എന്നിട്ട് ഞാനതന്നെ മടിയിൽ വെച്ചിട്ട് വേദിയിൽ നടക്കുന്നതൊക്കെ അങ്ങനെ കണ്ടിരുന്നു. KP കേശവമേനോൻ സ്വാമി മാലയൊക്കെ സൃഷ്ടിച്ചൊക്കെ കൊടുക്കുന്നതൊക്കെ അങ്ങനെ കണ്ടു. പെട്ടെന്ന് എൻ്റെ മടിയിലേക്ക് എൻ്റെ കണ്ണെൻ്റെ മടിയിൽ ഈ ഫോട്ടോയിലേക്ക് പോയപ്പോൾ ഈ ഫോട്ടോയിൽ നിറച്ച് വിഭൂതി ചെറിയ പുള്ളി കുത്തുകളായിട്ട് ഈ ഫോട്ടോയിൽ. അതാണ് എനിക്ക് ഏറ്റവും ആദ്യമായിട്ടുള്ള അനുഭവം. എനിക്ക് കുറച്ച് കൂടുതലായിരുന്നു ഭക്തി. അച്ഛനും അമ്മയും ചെയ്യണതിൻ്റെ ഒപ്പം ഞാനും നോക്കും. കാലത്തൊക്കെ അവരൊക്കെ എനിക്ക് അതൊരു പാഷനായിരുന്നു. എന്ത് സാധനയ്ക്ക് വിളിച്ചാലും ഞാൻ മുന്നിലാ.
ഭജനയ്ക്ക് പോകാനും ഭജന വീട്ടിൽ നടത്തും. ഭജന ഞങ്ങളൊക്കെ അന്ന് സായി ഗായത്രി ഒന്നുമില്ല. ഞങ്ങള് എല്ലാ മാസത്തിലും ആദ്യത്തെ ഞായറാഴ്ച ഇങ്ങനെ കാലത്ത് 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഇങ്ങനെ വീട്ടിൽ ഞങ്ങൾ അച്ഛനമ്മയും 3 സഹോദരവരും കൂടിയിട്ട് ഇങ്ങനെ പാടും. ഇത് ഹരേ സായി സത്യ സായി ഹരേ 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 ബാബ സായി ബാബ ഹരേ. ഇതിങ്ങനെ കാലത്തൊട്ട് വൈകുന്നേരം ഇതൊക്കെ. അതുപോലെ സഹസ്രനാമം ചെല്ലും. പിന്നെ എൻ്റെ വീട്ടില് കുറെ പൂക്കളൊക്കെ ഉണ്ട്. ആ പൂക്കളൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ നല്ല ഭംഗിയിൽ ഞാൻ മാല കെട്ടി സ്വാമിക്ക് ഇങ്ങനെ അലങ്കരിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് അലങ്കരിക്കുക ഇഷ്ടമാണ്. ഞാൻ അതൊക്കെ ചെയ്യും ഇങ്ങനെ അങ്ങനെ. അപ്പൊ എനിക്ക് കുറെ സ്വപ്നം കാണും. ഞാൻ കുറെ അനുഭവങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ അങ്ങനെ എനിക്ക് ഭയങ്കര മറിവ് കൂടുതലാണ്. ഞാൻ ബി കോമിന് എൻ്റെ ഡിഗ്രി. പക്ഷെ ഞാൻ ഫസ്റ്റ് ചാൻസ് ഞാൻ തോറ്റു. ഭയങ്കര അറിയാം എപ്പോഴും പഠിക്ക് ചെയ്യും. 4 മണിക്കാൻ വിളിച്ച പറഞ്ഞാൽ ഞാൻ ചെയ്യപ്പെടെ ഞാൻ തോറ്റപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ ഞാൻ തോറ്റില്ലേ സ്വാമി എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് ഞാൻ അമ്മോട് പറഞ്ഞു ഞാൻ പരിശീലില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് വിഷമമായി. ഈ ഉദ്യോഗം വരെ എത്തിയിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ അങ്ങനെ പലരെ കൊണ്ടൊക്കെ അമ്മ പറയിപ്പിച്ചു. ഞാൻ കൂട്ടാക്കിയില്ല. ഞാൻ എഴുതിയില്ല. ആ സെപ്റ്റംബർ പരീക്ഷയൊന്നും ഞാൻ എഴുതിയില്ല. അങ്ങനെ അവിടുന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഗുരുവായൂർക്ക് പോയി. ഞാനും അമ്മയും കൂടി ഗുരുവായൂർക്ക് പോയി തൊഴുത് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയില്ല. അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ ഞാൻ പരീക്ഷ എഴുതാട്ടാന്ന് പറഞ്ഞു. ബികോം പരീക്ഷ ഞാൻ എഴുതാന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് അത് കേട്ടിട്ട് സന്തോഷമായി. ഞാൻ അങ്ങനെ തന്നെ ഞാൻ തൃശ്ശൂർ ടൗണിൽ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് അറിയണ മാഷൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ട്യൂഷൻ മാഷോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പരീക്ഷ എഴുതാം സാർ. അപ്പൊ സാറിന് സന്തോഷമായി. അപ്പൊ ഞാൻ അന്ന ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. ബുക്കൊന്നുമില്ല. ബുക്ക് ഞാൻ ഗുരുവായൂർക്ക് പോയതല്ലേ, ബുക്കൊന്നുമില്ല. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. ആ പരീക്ഷ റിസൾട്ട് അറിയണേൻ്റെ 2 ദിവസം മുമ്പ് എൻ്റെ വീട്ടില് ചേട്ടൻ കാറ് വാങ്ങിച്ചിട്ട് ആദ്യമായിട്ട് ഗുരുവായൂർക്ക് പോകാൻ എല്ലാവരും. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പാസ്സായിട്ട് ഗുരുവായൂർക്ക് പോകണമെന്ന്. എന്നിട്ട് അപ്പൊ ചേട്ടൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. അവരെല്ലാവരും പോയി. ഞാൻ വീട്ടിൽ തനിച്ചിരുന്നു. പക്ഷെ പിറ്റേന്ന് റിസൾട്ട് അറിഞ്ഞു ഞാൻ പാസ്സായി. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എൻ്റെ അമ്മ, ഞാനന്ന് പറഞ്ഞല്ലേ വെച്ചിട്ട് അമ്മ ഗുരുവായൂർക്ക് നടക്കൊന്നും പോയില്ലട്ടോ. ഞങ്ങൾക്കൊക്കെ സ്വാമി തന്നെയാണ് എല്ലാം. അച്ഛനമ്മയ്ക്കൊക്കെ എല്ലാം ഞങ്ങൾക്ക് ഇപ്പൊക്കെ ഈ നവംബർ ബർത്ത്ഡേ വന്ന വീട്ടിൽ ഭയങ്കര ഉത്സവം. അതാണ് ഞങ്ങളുടെ ഓണം വിഷയം ഒന്നല്ല. വീട് പെയിന്റ് അടിക്കില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സ്വാമി തന്നെയാണ് എല്ലാറ്റിലും വലുത്. ഷിർഡി സച്ചിരുന്ന ഞങ്ങളുടെ വേദ ബുക്ക് തന്നെ. അങ്ങനെയാണ് ഞങ്ങൾ. അപ്പൊ എന്നിട്ട് അമ്മ ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഗുരുവായൂര് പോയി. ഞാൻ ആ കൊടിമരം കഴിഞ്ഞിട്ടുള്ളത് അങ്ങോട്ട് കിടക്കൂല നമ്മള്. ആ കിടക്കയിൽ ഞാൻ കാല് അങ്ങോട്ട് വെച്ചില്ല. ഞാനിങ്ങനെ ശ്രീകോവിലിന്ന് കേൾക്കാണ് സന്തോഷായിന്ന്. ഞാൻ നോക്കുമ്പോൾ എന്തിട്ടാ ഇങ്ങനെ പറയുന്നത്. ചെറുപ്പത്തിലൊക്കെ ഞാൻ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് ആ ശരീര് കേക്കില് മേൽപ്പത്തൂരിന് പൂന്താനത്തിനൊക്കെ. പക്ഷെ അത് എന്തിനാ കേൾക്കണ. പക്ഷെ മറ്റുള്ളവരൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ നടന്നു പോവാ. അമ്മയൊന്നും ഇതൊക്കെ കേട്ടിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നിട്ട് ഞാൻ 2 വലം എന്നൊക്കെ 3 വലമൊക്കെ വെക്കാം. ഞങ്ങളിങ്ങോട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നു. അത് എനിക്ക് ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം. അത് എനിക്ക് ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടം പോലെ അനുഭവമുണ്ട്. സ്വാമിനെയാണ് വീട്ടില് പൂജാമുറിയിലെ സ്വാമിയുടെ ഷിർഡിബാബയുടെ പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഇല്ല, കൃഷ്ണന്റെ ഒരു വലിയ പ്രതിമയുണ്ട്. അത് നല്ല ഓമനത്തുള്ള പ്രതിമ. ഞങ്ങൾക്ക് അതും മാലയിക്കലും കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും കൊഞ്ചിക്കലും ഓരോന്ന് പറയലും ഞങ്ങൾക്കൊക്കെ കൂടുതലായിരുന്നു. അതുകൊണ്ട് എന്താണെന്നറിയില്ല, സ്വാമി കൃഷ്ണന്റെ രൂപത്തിലും എനിക്ക് പലപ്പോഴും വന്നിട്ടുണ്ട്. അതിന് അത് അങ്ങനെ കഴിഞ്ഞു. ഇനി വേറെ പറയണ അനുഭവം. ഞാന് ഇവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ കല്യാണം കഴിഞ്ഞത് ഒരു നിരീശ്വരവാദിയാണ്. സർക്കാർ ജോലി എങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് കല്യാണം ഒന്നും കഴിക്കാണ്ടായിരുന്നില്ല. കുറച്ച് പ്രായമായിട്ട് ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് ഇഷ്ടമില്ലാണ്ട് പിന്നെ അമ്മയുടെ സങ്കടം കണ്ടിട്ട് പിന്നെ ഞാൻ കല്യാണം കഴിച്ചത് ഭയങ്കര അതൊന്നും ഞാനത് ഇവിടെ അങ്ങനെ സമയം കുറെ പോകും. അത് കാരണം അതൊന്നും പറയില്ല. പക്ഷെ കുറച്ച് നാൾക്കൊക്കെ ശേഷമൊക്കെ ഞാൻ സർവീസിന് ഞാൻ പോയി തുടങ്ങി. സർവീസിനൊക്കെ എന്നെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു ഡ്യൂട്ടി കിട്ടുക. ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങനെ 3ാമത്തെ ഡ്യൂട്ടി ജനറൽ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ. അപ്പോൾ അന്ന് ഓപ്പറേഷൻ
ഈ നമ്മുടെ ഡ്യൂട്ടി കൂടാണ്ട് ജനറൽ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഞങ്ങൾക്ക് നഗരസങ്കീർത്തനം ഡ്യൂട്ടി. നഗരസങ്കീർത്തനം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒരു 7:15 കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകും. ഓപ്പറേഷൻ തിയേറ്ററിൽ പോയാൽ നമ്മുടെ സ്കാർഫും ഒക്കെ അവിടെ ഒരു പേഴ്സിൽ വെക്കണം. അതൊന്നും ഇടാൻ പറ്റില്ല. അവിടെ അവരുടെ ഗൗൺ ഇടണം. എൻ്റെ സാരിയൊക്കെ മാറിയിട്ട് ഗൗണൊക്കെ ഇടണം. അങ്ങനെയാ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ രണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരാൻ 2-3 ദിവസമാണ്. അപ്പൊ എൻ്റെ പരിപാടി ഈ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ 4 മണി ഒരു 12 മണിക്ക് ഉണ്ണാൻ വിടും. പിന്നെ വീടിന് 2 മണിക്ക് കയറി അപ്പോഴൊക്കെ ഈ ഡ്രസ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഈ സാരി എടുത്ത് കൊടുക്കും. പിന്നെ അത് അങ്ങനെ ശരിക്കും ഒരു 4 പ്രാവശ്യം ഞാൻ ഡ്രസ്സ് എൻ്റെ സാരി എടുത്ത് കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ കുടിക്കാൻ പോകും. ഒരു 10 മണിയാകുമ്പോൾ പുറത്തേക്ക് ക്യാൻറ്റീൻ്റെ അവിടെ പോയിട്ട് ആ ജനറൽ ഹോസ്പിറ്റലിന്റെ മുന്നിൽ അതിൻ്റെ ഉള്ളിലും ഉണ്ട് ചെറിയ ഇത്. അതിലൊക്കെ പോയി അപ്പോഴൊക്കെ ഈ ഡ്രസ്സ് മാറിയിട്ടിട്ടാണ് ഞാൻ പോവാറ്. അങ്ങനെ അത് കഴിഞ്ഞ് 4 മണിക്ക് അന്നൊക്കെ സമയമായി ഡ്യൂട്ടി 4 മണിക്ക് കഴിഞ്ഞാൽ ക്യാൻറ്റീനിൽ പോയി ലഡു ഉരുട്ടല് പാത്രം അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭജനയ്ക്ക് പ്രശാന്തി ഇവിടേക്ക് കുൽവന്ത് ഹോളിലൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ 6:30 കഴിയൂല. അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാപ്പോഴും വിശക്കുന്നില്ല. അപ്പൊ എന്താ എൻ്റെ പരിപാടി ആ ആശ്രമത്തിന്റെ മുന്നിൽ ഇങ്ങനെ കിടന്ന് നടക്കല പണി. അങ്ങനെ കിടന്ന് ഒരു ദിവസം ഇങ്ങനെ ഒന്നും വാങ്ങിക്കുന്നില്ല. ഒക്കെ പല പ്രാവശ്യം പോയിട്ടൊക്കെ വാങ്ങിച്ചിട്ടില്ല. അത് എനിക്ക് ആ സായിഗീതയിലാണെന്ന് തോന്നുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് ഒരു കടയുണ്ടായിരുന്നു. അവിടെ ഒരു കുറച്ച് ലോക്കറ്റ് 2 രൂപയ്ക്കുള്ളൂ. ആ ലോക്കറ്റ് ഒരു ഭാഗത്ത് സത്യസായി ബാബ, ഒരു ഭാഗത്ത് ഷിർദി ബാബ, ഒരു ഭാഗത്ത് പ്രേമസായി ആണെങ്കിൽ മറ്റേ ഭാഗത്ത് ഈ നമ്മുടെ സത്യസായി ബാബ, അങ്ങനെയുള്ള ലോക്കറ്റുകൾ. ആ ലോക്കറ്റ് അപ്പൊ ഈ പ്രേമസായിയുടെ ഒരു ഭാഗത്ത് സത്യസായി, ഒരു ഭാഗത്ത് എനിക്ക് ഷിർദി ബാബേനെയും വലിയ ഇഷ്ടം. സച്ചരിതൊക്കെ ചെറുപ്പം മുതലൊക്കെ ഞങ്ങൾ വ്രതം എടുത്തിട്ട് എല്ലാ മാസം വ്രതം എടുത്തിട്ട് വായിക്കരുത്. അപ്പൊ എനിക്ക് ഷിർദി ബാബേനെയും എന്ന് വെച്ചാൽ ജീവന, എനിക്ക് സത്യസായി ബാബേനെയും ജീവന. ആര് കൂടുതൽ ഇഷ്ടമാണെന്ന് വെച്ചാൽ അത് പറയാൻ എനിക്ക് ഇപ്പോഴും പറ്റില്ല. അങ്ങനെ അപ്പൊ ഈ പ്രേമസായിയുടെ ഇത് കണ്ടു, ലോക്കറ്റിന് മറുപാട്ട് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ പ്രേമസായി, ഞാൻ ഈ ലോക്കറ്റിനെ കൈ വെച്ചിട്ട് എന്റെ മനസ്സിൽ വെച്ചേ ഇനിയിപ്പോ പ്രേമസായി, ഇനി ഷിർദി ബാബേനെ സത്യസായി ബാബേനെ മനസ്സിൽ പ്രതിഷ്ഠിക്കേണ്ടെന്ന് ഇപ്പോഴും ഓർച്ചിട്ടില്ല. ഇനി പ്രേമസായി ഒന്നും വേണ്ട, അധികം ദൈവങ്ങളൊന്നും വേണ്ടല്ലോ. ഒരു ദൈവം, 2 ദൈവമുണ്ട്. ഒരു ദൈവമല്ല വേണ്ടത്, നമുക്ക് മനസ്സിൽ ഉറച്ചിട്ട് ഒരാളല്ലേ വേണ്ടു. ഇതിപ്പോ 2 ഉണ്ട്, ഇനിയിപ്പോ 3ാമത്തെ ഒരാളെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം വിലയില്ല 2 രൂപയുള്ളൂ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഞാൻ വാങ്ങിക്കാണ്ട് ഇങ്ങോട്ട് പോകുന്നു. എനിക്കിങ്ങനെ കുറെ ഒക്കെ ഫോട്ടോ ഒക്കെ മേടിച്ച് അവിടെ ഇവിടെ ഇടണതൊന്നും എനിക്ക് ഇഷ്ടമില്ല. അതിൽ പത്രത്തിലൊക്കെ ഇപ്പൊ നമ്മുടെ ബർത്ത്ഡേക്ക് വന്ന പോലെ ഞാൻ ആ പത്രങ്ങളിലേക്ക് സ്വാമിയുടെ ഫോട്ടോ വെട്ടിട്ട് ഞാൻ എടുത്തേക്ക്. എനിക്ക് അവിടെ ഇവിടെ ഒന്നും എനിക്ക് ഇടുന്നതേ ഇഷ്ടമില്ല. സനാതന സാധ്യതയ്ക്ക് എത്രയുണ്ട് വീട്ടിൽ, എനിക്ക് ഭയങ്കര വിഷമം അത് അവിടെ ഇവിടെയൊക്കെ കിടക്കാൻ. ഞാൻ ഇതുവരെയ്ക്കും ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല. ഇങ്ങനെ കുന്നുകുന്നായിട്ട് അങ്ങനെ അത് ഞാൻ മേടിക്കാണ്ട് പോകുന്നു. എന്നിട്ട് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചു. ഈ കഥയെ മറന്നുട്ടോ, ലോക്കറ്റ് മേടിക്കാൻ ആ കഥ ഞാൻ മറന്നുപോയി. ഇത് പതിപോലുള്ള ബാക്കിയുള്ള ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചു, മേലെ പോയി കിടന്ന് ഉറങ്ങി. പിന്നെ നേരം വെളുത്തേറ്റു ഇങ്ങനെ ആ ദിനചര്യകള്. കാലത്ത് 4 മണിക്ക് തുടങ്ങും കാര്യങ്ങള്. 4:45 ഗണേശ് ഗണേശിന്റെ അവിടെ നഗരസങ്കീർത്തനം ഡ്യൂട്ടിക്ക് വരും. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നഗരസംഘത്തിന് ഡ്യൂട്ടി കഴിഞ്ഞ ഭക്ഷണം കഴിക്കും. അതുപോലെ അത് കഴിഞ്ഞ് GH പോവും, ഡ്യൂട്ടി എടുക്കും. ഇതൊക്കെ കഴിഞ്ഞ് 2-3 ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിൻ കയറി എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ എൻ്റെ പണി എന്നും എവിടേക്ക് പോവാണേലും പോണേട്ടും വീട്ടിൽ നിന്ന് സ്വാമിനെ നമസ്കരിക്കും. വന്ന് കയറിയാലും ഞാൻ നമസ്കരിക്കും. അങ്ങനെയാ. അപ്പോൾ ഞാൻ വീട്ടില് വന്ന് കയറി പൂജാമുറിയിൽ ഞാൻ നമസ്കരിക്കുമ്പോ ക്രിന്നൊരു ശബ്ദം കേൾക്കുക. ഞാൻ നോക്കുമ്പോ ഉണ്ട് ഈ ഞാൻ വേണ്ടാണ്ട് ഉപേക്ഷിച്ചിട്ട് വന്ന ആ ലോക്കറ്റ് സത്യസായി ബാബയും പ്രേമസായി ഉള്ള പടം ആ ലോക്കറ്റ് പൂജാമുറിയിൽ വീണിട്ട് ആ ശബ്ദം കേട്ടത് അത് വീണ് കിടക്കണത് പൂജാമുറിയിൽ. എവിടെ നിന്ന് വീണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഉണ്ട് അത്. ഞാൻ അപ്പോ ഞാൻ ആകെ പരിഭ്രമിച്ചു. എനിക്ക് സ്വാമിനെ നോക്കാനേ എനിക്ക് തോന്നില്ല. മുഖത്തേക്ക് ഞാൻ ആ ലോക്കറ്റ് എടുത്തൊരു ഓട്ടം കൊടുത്ത് വെച്ചു അകത്തേക്ക്. അപ്പോൾ എൻ്റെ ഭർത്താവ് ഇവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ. അവർക്ക് കുറച്ച് ഭയങ്കര നിരീശ്വരവാദി. പക്ഷെ ക്രമേണ സ്വാമിയോടൊക്കെ ആൾക്ക് താല്പര്യമായിട്ട് അവ വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. ക്രമേണ എന്നെ സമ്മതിച്ചൊക്കെ തുടങ്ങി.
അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നം എന്താ ഉണ്ടായി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ അത് ആരോടും പറയണ്ടാട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് ആരോടൊന്നും കുറെ കാലത്തേക്ക് ഞാൻ ആരോടും പറഞ്ഞില്ല. പിന്നെ സ്വാമിയുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ നാവ് ഇങ്ങനെ പിന്നെ പിന്നീടൊക്കെ ഞാൻ അങ്ങനെ ആള് പറഞ്ഞു. പിന്നെ ആ ലോക്കറ്റ് ഇപ്പോഴും ഉണ്ട് ഉണ്ടായില്ല. അത് ഞാനത് ചെറിയ ഒരു സ്വർണ്ണ ഇതാണ് കെട്ടിച്ചിട്ട് ഞാൻ അത് കഴുത്തിൽ നടക്കണം. അങ്ങനത്തെ ഒരു അനുഭവം. സമയമായി മാഡം? സമയായി. പിന്നീട് പറയാം സൈരം. അവസരം കിട്ടുകയാണെങ്കിൽ പറയാം സൈരം. നന്നായി ജോളി. ഇനി అవసరం ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് ഒരു വർషത്തോളം పాండవులు 11 సంవత్సరములు అరణ్యవాసం చేసి 1 సంవత్సరం అజ్ఞాతవాసం చేశారని. Pandavas spent 11 years in the forest and one period. అజ్ఞాతవాసం అనగా ఏమిటి? ఎవరికి నీ తెలియకుండా జీవించటమే అజ్ఞాతవాసం. Ajnatavasa means the life which is not known or recognized by anybody. సమస్త శక్తులు కూడాను మానవుని యందు అజ్ఞాతవాసం చేస్తున్నాయి. Likewise, all the potentialities are hidden in man. కానీ మానవుడు ఈ సత్యాన్ని గుర్తించుకొనలేక తాను అమాయకుడని, కేవలం అజ్ఞాని అని, శక్తిహీనుడని భ్రమిస్తున్నాడు. But man does not recognize this truth. He considers himself ignorant, innocent, and weak. మానవుడు మహాశక్తి సంపన్నుడు. Man is highly powerful. దీనిని సైంటిస్టులు అన్ని విధాల విచారణ చలిపి వివేకం చేత విజ్ఞానమును తెలుసుకొని అంత అణుమయం అన్నారు. Scientists of repeated experiments and investigations called it essentially the knowledge and full of atoms. కానీ వేదాంతులు అంత బ్రహ్మమయం అన్నారు. But spiritualists call it, the whole thing is the embodiment of the divine. పేర్లు మాత్రం ప్రత్యేకంగా ఉన్నవి కానీ రెండింటి యొక్క ఏకత్వము ఒక్కటే. The names are different, but essentially convey the same. శక్తియే బ్రహ్మ, బ్రహ్మనే శక్తి. Energy is Brahma, Brahma is energy. కనుకనే జగత్తునందు ఒక విధమైనటువంటి శక్తి సర్వత్రా వ్యాపించి ఉంటున్నది. Therefore, this energy is present all over this world. మనము చేయనటువంటిది, చూచున్నటువంటిది సర్వం కూడా శక్తిమయమే. What we see, what we do is full of energy. ఈనాడు పదార్థంగా మనం గోచరిస్తుంది. Today you see the matter. ఈనాడు జీవుడిగా మనం గోచరిస్తుంది. We see the individual. కడపటికి జీవుడు పదార్థము సర్వం కూడాను శక్తిమయంగా మారిపోతుంది. Ultimately you will know that the matter and individual are atomic essential. కానీ ఈనాటి యొక్క విజ్ఞానవంతులు కూడాను సైన్స్ అండ్ మెటీరియల్ అని పెట్టారు, మ్యాటర్ అని. Scientists call it as material matter. కానీ మ్యాటర్ అనేటువంటిదే లేదు ఈ జగత్తులో. In this world there's nothing like this అంతా matter. శక్తియే. Everything is energy. నీకు కనిపించే సమయంలో మ్యాటర్ గా ఉండవచ్చును. You find it as matter. తిరిగి తదుపరి అది శక్తిలో ప్రవేశిస్తుంది. Later it transforms into energy. నీకు కనిపించే సమయంలో జీవుడుగా ఉండవచ్చును. You may find an individual. తిరిగి ఆ జీవుడు కూడా శక్తిగా మారిపోతుంది. Even this individual gets transformed into కనుక energy. వివిధ రూపనామములతో ఉండినటువంటి ఈ జగత్ అంతా కూడాను శక్తిమయమే. Therefore this world, which is full of name and form, essentially is energy only.